ഹലോ ഗായ്സ്, അപ്പോൾ ഇതാ എയർപോർട്ടിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ പോകുന്ന വീഡിയോ ഇടുന്ന്. അങ്ങനെ നമ്മളിതാ എയർപോർട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൾ എന്തിനാണ് എയർപോർട്ടിൽ പോകുന്നതെന്നല്ലേ. ഞാൻ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറേ കണ്ടായിരുന്നു ഇങ്ങനെ ചായ കുടിക്കാൻ പോകുന്ന. ഈ പാതിരാക്കി എയർപോർട്ടിൽ പോയി ഒരു ചായ കുടിക്കുക കേൾക്കുമ്പോൾ ഒരു വട്ടെല്ലാം തോന്നും. ഇങ്ങനത്തെ ചെറിയ ചെറിയ വട്ടില്ലെങ്കിൽ ലൈഫിൽ എന്താ ഒരു സുഖമല്ലേ. അങ്ങനെ നമ്മളെന്തൊക്കെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ആയിട്ടുണ്ട്. അപ്പം ടെർമിനൽ 1 ഫസ്റ്റ് പോവാം. അങ്ങനെ നമ്മളെന്തൊക്കെ പാർക്കിങ്ങിലേക്ക് പോയി. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. 1 മണിക്കൂറിലേക്ക് 150 ആണ്. അങ്ങനെ നമ്മൾ പാർക്ക് ചെയ്തു, ഉള്ളിലേക്ക് കടന്നു. നമ്മൾ അവിടെ നിന്നൊരു ട്രോളി എടുത്ത് മക്കളെ ഇരുത്താമെന്ന് വിചാരിച്ചിട്ട്, കാരണം കുറേ അങ്ങോട്ടേക്ക് പോകണമല്ലോ. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഒരു ഹംക്ക് വന്നിട്ട് പറയാം, ഇത് ലഗേജ് മാത്രം എടുക്കാനേ പറ്റുമെന്ന്. അപ്പോൾ ഒരു ദൈവദൂതനെ പോലത്തെ ഒരു ചേട്ടൻ വന്നിട്ട് നമ്മളെ ഇവിടെ പറഞ്ഞ്, കുട്ടികളെ കയറിക്കോ, അങ്ങോട്ടാക്കി തരാമെന്ന്. അങ്ങനെ നന്ദിയുണ്ട് ചേട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി. എയർപോർട്ടിൽ ചായ കുടിക്കാൻ വന്നതാണ്. എവിടെ കിട്ടുക ചായ? അയ്യോ, പറയൂ എവിടെ കിട്ടും ചായ? ചായ അന്വേഷിച്ച് വന്നതാണ് ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക്. അയ്യോ, ഒരു ഗ്ലാസ് വെള്ളം തീരെ വയ്യാതെ ഒരു കണ്ടോ പാവൻ്റെ കൊച്ചു. അങ്ങനെ ടെർമിനൽ 2ലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. തുമ്മ പറഞ്ഞപ്പോൾ അയാൾ വിചാരിച്ചെന്തോ വെറൈറ്റി പേരാണെന്ന് അത്ഭുതത്തോട് നോക്കുക. ഈ എയർപോർട്ട് വന്ന പിറ്റേ നമ്മൾ എയർപോർട്ടിൽ നിന്നേ പറയുന്നുണ്ടായിരുന്നു നമുക്ക് കുറച്ച് സ്റ്റാറ്റസ് ഇടണം ബൈ ബൈ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് എല്ലാവരും റിയാക്ഷൻ നോക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് അതുപോലെ തന്നെ സംഭവിച്ചു ഗൈസ്. എത്ര ആളാണ് വിളിച്ചതെന്ന് അറിയാം. അപ്പോൾ നമ്മൾ പോവുക അങ്ങ് മലേഷ്യയിലേക്ക്. എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നുണ്ട്. ഇനി എന്നിട്ട് കുറേ ആൾ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ എന്തൊക്കെ സ്റ്റൂള് കമത്തി വെച്ചിട്ട് ഞാനിപ്പം പിന്നെ ഫ്ലൈറ്റിൻ്റെ വിൻഡോയിലാണെന്നെല്ലാം പറഞ്ഞ് കുറച്ച് നല്ല രസകരമായിട്ട് സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. കുറേ ആൾ ഇൻഡയറക്റ്റായിട്ടെല്ലാം അന്വേഷിച്ചു ഇവരെങ്ങനെയാണ് അതെന്താ അവർ പറയാണ്ട് പോയെന്നുള്ളൊരു ഇതെല്ലാമായിട്ട്. അങ്ങനെ എത്ര ആളാണ് വിളിച്ചതെന്നറിയാം. ഇങ്ങനെയെല്ലാം ഓരോരോ ഇതെല്ലാം ഇടണമല്ലേ. അപ്പോൾ വിളിക്കാത്ത ആൾക്കാരെല്ലാം ഇങ്ങനെ തേടി വിളിക്കും നമ്മൾ. അങ്ങനെ നമ്മൾ ടെർമിനൽ 2ലേക്ക് വന്നിട്ടുണ്ട്. ടെർമിനൽ 2 ആട്ടോ അടിപൊളിയായിട്ടുള്ളത്. അതായത് അത് ഇൻ്റർനാഷണൽ ആണെന്ന് തോന്നുന്നു ഈ സെക്ഷന്. അപ്പം ഇതാണ് കാണേണ്ടത്. അടിപൊളിയാണ്. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള എയർപോർട്ട് കാണുന്നത്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള എയർപോർട്ട് ബാംഗ്ലൂർ എയർപോർട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കാണാൻ പറ്റി. പിന്നെ നമ്മൾ ടെർമിനൽ 1ലേക്ക് വന്നു. അങ്ങനെ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന കഫേ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മിട്ടി ചായ. അതായത് പ്യോർ മണ്ണിൽ ഉണ്ടാക്കിയ ഗ്ലാസ്സിൽ ഒഴിച്ച് തരുന്നത്. പേര് പോലെ തന്നെ മിട്ടി ചായ. പക്ഷെ വലിയ ഡിഫറെൻ്റ് ഒന്നുമില്ല. സാധാ നമ്മളെ ചായ അത് ഇതാ ഇങ്ങനത്തെ ഗ്ലാസ്സിൽ പ്യോർ മണ്ണുള്ള ഗ്ലാസ്സിൽ തരുന്നത്. ഒരു 75 ഉറുപ്പ്യാണ് ഒരു ചായക്ക്. കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുമ്പം ദീപാവലീൻ്റെ കുറച്ച് പടക്കങ്ങൾ അഫുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതായത് ഈ കമ്പിത്തിരി. അപ്പം അത് ഉപ്പാവും മക്കളും കൂടി ചേർന്നിട്ടിതാ കണ്ടില്ലേ, ഇതാണ് റോഡ് സൈഡിൽ വരുന്ന പരിപാടി. ഇത്രയേ ഉള്ളൂ ഗായ്സ്. ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ബായ്.